ഹായ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ വർക്ക് എനർജി തിയറം എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ ദ ടോപ്പിക്കിന്റെ പേരെന്താണ്? വർക്ക് എനർജി തിയറം. ഓക്കെ ആണല്ലോ? നമുക്ക് ഡെഫിനേഷൻ എന്താണ് നോക്കാം. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് change in kinetic energy is equal to work done. Work energy theorem says that change in kinetic energy is equal to work done. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വർക്ക് ഡൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ സം ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്തു ഇവിടെ എത്തിയെന്ന് കൺസിഡർ ചെയ്യും. സോ അതിന് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? u ആയിരുന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താവും? v ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഈ ഡെറിവേഷനിലോട്ട് പോകാം. വർക്കിന്റെ ഇക്വേഷൻ വർക്ക് എന്താണ്? f dot s. ഇതെല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ അല്ലേ? വർക്ക് ഈക്വൽ ടു f dot s. ഓക്കെ ആണല്ലോ? സോ f ഈക്വൽ ടു ma അല്ലേ? f ഈക്വൽ ടു ma അല്ലേ? അതുപോലെ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as അല്ലേ? v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as അല്ലേ? ഇതിൽ നിന്ന് s ഈക്വൽ ടു v സ്ക്വയർ മൈനസ് u സ്ക്വയർ ബൈ 2a എഴുതിക്കൂടെ? ഓക്കെ, സോ നമുക്ക് വർക്ക് ഈക്വൽ ടു f ഡോട്ട് s ആണ്. f ന്റെ സ്ഥാനത്ത് f ഈക്വൽ ടു ma എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. s ന്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഇക്വേഷൻ s ഈക്വൽ ടു v സ്ക്വയർ മൈനസ് u സ്ക്വയർ ബൈ 2a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണ്? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, ഇതിന് മനസ്സിലായി പോയില്ലേ? ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് കൊടുക്കാം. സോ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ അല്ലേ? സോ വർക്ക് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. അത് എന്താണ്? വർക്ക് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്താണ്? കൈനറ്റിക് എനർജി ഫൈനൽ അല്ലേ? സോ ഹാഫ് എം വി സ്ക്വയർ സാധാരണ കൈനറ്റിക് എനർജി ഫൈനൽ. ഹാഫ് എം യു സ്ക്വയർ എന്താണ്? കൈനറ്റിക് എനർജി ഇനീഷ്യൽ അല്ലേ? അപ്പോൾ അതിന് സ്ഥാനത്ത് അതുണ്ട്. സോ കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഇപ്പോൾ ഈ ഇക്വേഷനും നമ്മുടെ ഡെഫിനിഷനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഡെഫിനിഷൻ എന്താണ്? വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി equal to work done. സോ നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചുള്ള നമ്മൾ ഡെറിവേറ്റ് ചെയ്തപ്പോൾ ആ ഇക്വേഷൻ കിട്ടിയില്ല. സോ ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറയുന്ന വർക്ക് ഡൺ ആണ് എന്നാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. ഇത്രേ ഉള്ളൂ, 4 സ്റ്റെപ്പ് ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഐ തിങ്ക് എല്ലാവർക്കും ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡെറിവേഷനും ഡെഫിനേഷനും ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.